ഹാൽ സിനിമയ്ക്ക് സമാന്തര സെൻസറിംഗ് നിർദ്ദേശങ്ങളുമായി കത്തോലിക്ക കോൺഗ്രസ് 16 രംഗങ്ങളിൽ മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം. ഹൈക്കോടതിയിലാണ് കത്തോലിക്ക കോൺഗ്രസ് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പെൺകുട്ടികൾ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറി എന്ന പരാമർശം തെറ്റിദ്ധാരണാജനകമെന്നാണ് സത്യവാങ്മൂലത്തിലുള്ളത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ എല്ലാ സിനിമകളിലും ഈ രീതിയിൽ കോടതി നടപടികളിലേക്ക് പോവുകയാണല്ലോ. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം എന്താണ്? ഹാൽ സിനിമയ്ക്ക് സമാന്തര സെൻസറിംഗ് നിർദ്ദേശങ്ങളാണ് കത്തോലിക്ക കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് ഏതാണ്ട് 16 രംഗങ്ങളിൽ എതിർപ്പ് അറിയിക്കുന്നത്. 16 രംഗങ്ങളിൽ മാറ്റം വരുത്തണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം. ഹൈക്കോടതിയിലാണ് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം നൽകിയത്. ഹാൽ സിനിമയുടെ പ്രദർശനാനുമതി നേരത്തെ സെൻസർ ബോർഡ് നിഷേധിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കാനിരിക്കുകയാണ്. ഈ സത്യവാങ്മൂലത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ഇതാണ്: പെൺകുട്ടികൾ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറിയെന്ന പരാമർശം തെറ്റിദ്ധാരണാജനകമാണ്. ഇത് ക്രൈസ്തവ മതം വലിയ തോതിൽ മതം മാറ്റം നടത്തുന്നുവെന്ന ധാരണ സൃഷ്ടിക്കുന്നതാണ്. സാമുദായിക വിദ്വേഷം വളർത്തുന്ന രംഗങ്ങൾ സിനിമയിലുണ്ട്. താമരശ്ശേരി ബിഷപ്പിനെയും ക്രൈസ്തവ വിശ്വാസങ്ങളെയും സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നതാണ് സിനിമ. നിർബന്ധിത മതപരിവർത്തനത്തെ സിനിമയിൽ സാധാരണ കാര്യമായി അവതരിപ്പിക്കുന്നുവെന്നുമാണ് കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം. താമരശ്ശേരി ബിഷപ്പിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളുണ്ട്. സെൻസറിംഗ് നിർദ്ദേശിച്ച CBFC നടപടി ശരിയാണ് എന്നതടക്കമുള്ള വാദങ്ങളും ഈ സത്യവാങ്മൂലത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിന്റെ ടൈം കോഡ് അടക്കം, ടൈം ലൈൻ അടക്കം രേഖപ്പെടുത്തിയാണ് ഈ സത്യവാങ്മൂലം 16 നിർദ്ദേശങ്ങളിൽ മാറ്റം, 16 രംഗങ്ങളിൽ ഹാൽ സിനിമയിലെ 16 രംഗങ്ങളിൽ മാറ്റം വരുത്തണമെന്ന നിർദ്ദേശം ഈ കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു സംഘടന അവർ നിർദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ഒരു സെൻസറിങ് അത് സാധ്യമല്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അതായത് നേരത്തെ ഏതാണ്ട് 15 രംഗങ്ങളിൽ മാറ്റം വരുത്തണം. ബീഫ് ബിരിയാണി ഉൾപ്പെടെയുള്ള രംഗങ്ങൾ, ആ രംഗം ഒഴിവാക്കണം. ധ്വജപ്രണാമം, സംഘം കാവലുണ്ടോ തുടങ്ങിയ പരാമർശങ്ങൾ നീക്കണം എന്ന നിർദ്ദേശം നേരത്തെ CBFC ഹാൽ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് നൽകിയിരുന്നു. അതിന് പുറമെയാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് നേരത്തെ ഈ ഹർജിയിൽ കക്ഷി ചേരുന്നതിന് എതിർപ്പില്ല എന്ന് നിർമ്മാതാക്കൾ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഹാൽ സിനിമയെ എതിർത്ത് 16 രംഗങ്ങൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യം കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിക്ക് മുൻപാകെ ഉന്നയിക്കുന്നത്. അതിലവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CBFC നിർദ്ദേശിച്ച കാര്യങ്ങൾ അത് നിയമപരമാണ്. അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങൾ, CBFCയുടെ നിർദ്ദേശങ്ങൾ ശരിവെക്കുകയാണ് വേണ്ടത്. ഹാൽ സിനിമയ്ക്ക് ആ രീതിയിൽ പ്രദർശനാനുമതി നൽകരുത് എന്ന കാര്യവും കൂടി ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല കത്തോലിക്ക കോൺഗ്രസും ഇപ്പോൾ ഹാൽ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. 16 രംഗങ്ങൾ വെട്ടണമെന്നുള്ളതാണ് ആവശ്യം.